നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലാണ് പിടിക്കുന്നത്. ഏതാ LDF അധികാരത്തിൽ വരില്ല. നിങ്ങളുടെ വാർത്ത എന്താ? നിങ്ങളുടെ വാർത്ത പറഞ്ഞു എത്ര സീറ്റാണ് നിങ്ങൾ പ്രവചിച്ചേ? ഇനി പറ, ഞാൻ കേക്കട്ടെ. 81 സീറ്റ്. LDF എത്രയാ കിട്ടിയത്? 91. കിട്ടിയത് എത്രയാ? 91. നിങ്ങൾ പ്രവചിച്ചതും കിട്ടിയതും തമ്മിലുള്ള അല്ലല്ല പ്ലീസ് LDF 91. കിട്ടിയതും NDA അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. BJP ചാനൽ പറയട്ടെ. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. നിങ്ങളുടെ സിറ്റിംഗ് എംഎൽഎ തോൽപ്പിച്ച് ജയിച്ചു. മഞ്ചേശ്വരത്ത് നിസാര വോട്ടിന് അവർ തോറ്റുപോയി. 7 സ്ഥലത്ത് വട്ടിയൂർക്കാവിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്ത് നടക്കുക. 7 സ്ഥലത്ത് അവർ രണ്ടാമത് വന്നു. അതാണ് പ്രവചനം. 7 സ്ഥലത്ത് രണ്ടാമത് വന്നു. ഒരിടത്ത് ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നു. ഇതൊക്കെ പ്രവചിച്ചതാണ്. പ്രവചനങ്ങൾ നരേന്ദ്രമോദി ഇത്ര വലിയ വിജയം നേടുമെന്നും ഇന്ത്യയിൽ ഒരു സർവേയും പ്രവചിച്ചില്ലല്ലോ. അത് തെറ്റാണ്. പക്ഷെ പച്ചക്കള്ളം പറഞ്ഞ് അതിനെ പ്രതിരോധിപ്പിക്കുകയും CPM സൈബർ സഖാക്കൾ തെറ്റായ സ്ക്രീൻഷോട്ടുകൾ മാത്രം പറയരുത്. എന്നെ വിളിച്ചിരുത്തി എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വിനു കേൾക്കൂ. ഞാൻ പറയുന്നത് എന്താ, ഏതൊരു സർവേയിലും എറർ ഫാക്ടർ പറയും. നിങ്ങൾ ഈ സർവേയിൽ പറയുന്ന അന്നത്തെ സർവേയിൽ നിങ്ങൾ പറഞ്ഞ എറർ ഫാക്ടർ എത്രയാ? 81 91 തമ്മിൽ എത്ര എറർ ഫാക്ടറിന്റെ വ്യത്യാസമുണ്ട്? എറർ ഫാക്ടർ എല്ലായിടത്തും ഈ സർവേയിലും പറഞ്ഞിട്ടുണ്ട്. എറർ ഫാക്ടർ എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയാൽ എറർ ഫാക്ടർ എല്ലായിടത്തും എത്രയാണ്? പിന്നെ അൺഡിസൈഡഡ് ഓരോ മണ്ഡലത്തിലും അൺഡിസൈഡഡ് ആളുകൾ പറഞ്ഞാൽ വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. 2011 നിസാര ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ തെറി പറഞ്ഞതാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ